ഗില്ലു ബിട്ടീനെയും കൊണ്ട് ആ വാതിലിലൂടെ അകത്തുപോയി. കുറച്ചുനേരം കഴിഞ്ഞപ്പോ അവനും ഭാര്യയും ഒരു രഹസ്യമായ കാട്ടിലെത്തി. കാട്ടിലാണെങ്കിൽ വ്യത്യസ്തമായ ഭക്ഷണമുണ്ടായിരുന്നു. അവിടുത്തെ മരങ്ങളിൽ വേവിച്ച മാംസങ്ങൾ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇത് കണ്ടോ ബിട്ടി, ഈ കാട് മുഴുവൻ നമ്മുടെയാണ്. നമ്മളിവിടുത്തെ രാജാവാണ്. നോക്കൂ, മരങ്ങളിൽ മാംസം തൂങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ? എന്തൊരു മണമായി വരുന്നത്. ആദ്യം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാന്നേ. വയറ് നിറച്ച് ആഹാരം കഴിച്ചതിന് ശേഷം ബിട്ടു ഗില്ലുവിനോട് പറഞ്ഞു, ശരിക്കും നീ കാട്ടിലെ മറ്റു മൃഗങ്ങളെയും ഇവിടെ കൊണ്ടുവരുമോ? നീ ശരിക്കും മറ്റു മൃഗങ്ങളെ സഹായിക്കുമോ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അവരൊക്കെ നമ്മളെ അപമാനിച്ചില്ലേ? തിരിച്ചു പകരം ചോദിക്കേണ്ട സമയമായിരിക്കുന്നു. അത് നീ ശരിയാ പറഞ്ഞേ. അവരവിടുന്ന് ഒരുപാട് മാംസങ്ങൾ, അവിടുന്ന് ഒരുപാട് ഫലങ്ങളും കൊണ്ട് അവരുടെ കാട്ടിലെത്തി.